അങ്ങനെ ബെൻ നരേന്ദ്രനെ പരോളിലിറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ? അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തന്നില്ലേ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല? ഇപ്പൊ എന്തായി? ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞത്. ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം. കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ. പക്ഷെ പുറത്തുള്ളവരോ? ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഇന്റർവ്യൂ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞ് താൻ എന്നെ ശല്യം ചെയ്യില്ല. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഈ നാട്ടിൽ വേറെയും പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഒരുവിധം നന്നായി 4 അക്ഷരം കൂട്ടി എഴുതാനാവോ എന്നുള്ള അഹങ്കാരമുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? ഫീച്ചർ എഴുതി പേരെടുക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃകയാക്കുന്നതാണ് നല്ലത്. ആത്മഹത്യ, കത്തിക്കുത്ത്, ഒളിച്ചോട്ടം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. എന്നെ പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം? താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ എന്നെ വിടാൻ ഉദ്ദേശമില്ല. ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? തുറന്നു പറയണം. തുറക്കാനും അടയ്ക്കാനും ഒന്നും എനിക്ക് സമയമില്ല. തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്റെ മനസ്സിൽ പല പദ്ധതികളും ഉണ്ട്. പരോള് നീട്ടാനായിരിക്കും. വേണ്ട, ഇപ്പൊ തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നു. അതല്ല, ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ശ്രമം. ബെൻ നരേന്ദ്രന് കിട്ടിയ അവാർഡ് അപ്രധാനമായ ഒന്നല്ല. മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വമുള്ളവർ കാണുമല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാ ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും. ഇത് മാത്രമല്ല, ജനുവിന്റെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം. മിസ്റ്റർ ജോൺ സക്രയെ പോലുള്ള സാക്ഷികളുള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല. പുസ്തകത്തിന്റെ റോയൽറ്റി ബാക്കി വരാനുണ്ടായിരുന്നതാ. ഇതോടെ ഈ എഡിഷന്റെ പൂർത്തിയായി. അടുത്ത എഡിഷൻ പ്രിന്റിംഗ് തുടങ്ങാത്രേ. ഞാൻ പറയുന്നത് താനൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതാവുന്നിടത്തോളം എഴുതുക, പുസ്തകാക്കുക. പുറത്തിറങ്ങുമ്പോഴേക്കും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് കാണും. വക്കീൽ വേറൊന്നും പറയാനില്ലേ? എന്നാ വേണ്ട. അപ്പൊ ഈ കാശ് എന്ത് ചെയ്യണം? ബാങ്കിലിടണോ അതോ ഡ്രസ്സുകൾ എന്തെങ്കിലും വാങ്ങിക്കണം? ചികിത്സയ്ക്കും മരുന്നിനൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ.
ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. മനസ്സ് ഒറ്റക്കിനി എങ്ങും പോകണ്ട. അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ്. ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ. നമ്മുടെ സക്കറിയ സാർ മരിച്ചുപോയി. ഹലോ, യെസ്, അഡ്വക്കേറ്റ് പി എസ് നെന്മാറ ഹിയർ. അതെ, എന്റെ കൂടെയാണ് താമസിക്കുന്നത്. എന്റെ കൂടെ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. പേടിപ്പിക്കാൻ നോക്കരുത്. ഷട്ട് അപ്പ്. ആരാ വിളിച്ചത്? ഭീഷണിയാണല്ലേ? ഹേയ്, എനിക്കറിയാം. ഞാനിവിടെ താമസിക്കുന്നുണ്ട് വക്കീലിനാ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ ആലോചിക്കായിരുന്നു. ഒന്നും ആലോചിക്കണ്ട. അതല്ല വക്കീലെ, ഏതായാലും ഇനി പരോള് തീരാൻ അധികം നാളില്ല. ഇനിയുള്ള ദിവസങ്ങൾ വല്ല ഹോട്ടലിലോ മറ്റോ. എന്തിന്? ഇപ്പൊ ഈ ഫോൺ വന്നത് കൊണ്ടാണോ? പേര് പറയാതെ ഫോൺ ചെയ്യുന്നവരും ഊമക്കത്തുകൾ അയക്കുന്നവരും ഒക്കെ ഭീരുക്കളാണ്. എന്നെ അവരൊരു ചുക്കും ചെയ്യില്ല. എടുത്തുചാട്ടത്തിനൊന്നും താൻ നിൽക്കണ്ട. കഴിയുന്നതും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുക. കുറച്ച് നാളത്തേക്ക് വീടിന് പുറത്തിറങ്ങാതിരിക്കുക. സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ വായനക്കാർക്ക് ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത്. അപകടം വിളിച്ചു വരുത്തിയിട്ടല്ല ധൈര്യം കാണിക്കേണ്ടത്. കാത്തിരിക്കണം. അവസരം വരുമ്പോഴേ പ്രതികരിക്കാവൂ. ഇതാണ് ഏറ്റവും നല്ല അവസരമെന്നാ എനിക്ക് തോന്നുന്നത്. മാനസയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞോ? അവരുടെ ശത്രു ആകുകയും ചെയ്തു. 11-ാം തീയതി വരെ ഞാൻ കൂട്ടിനുണ്ടാവും. അത് കഴിഞ്ഞാൽ മാനസ ഒറ്റയ്ക്കാണ്. അത് മറക്കണ്ട. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. തോൽവിയായിട്ട് കരുതണ്ട. ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും സഹായമായെന്നിരിക്കും. ഇല്ല, രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലൊക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. എന്റെ ഡാഡിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്. ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എങ്ങനെ? അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക, അതല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കാണുക. വളരെ സില്ലിയായ ഒരു മാർഗമാണ്. പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു വഴിയുണ്ട്. കുറച്ച് സാഹസമാണ്. വ്യക്തമായ പ്ലാനിങ്ങും വേണം. പക്ഷേ മാനസയ്ക്ക് അത് പറ്റും ആസ് എ ജേർണലിസ്റ്റ്. പ്രിന്റിംഗ് എല്ലാ എഡിഷനും ആയോ? എവിടെ? സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയിട്ടില്ല. എന്താ ഈ രാത്രിയില്? ഞാനിവിടുന്ന് വിട്ടു, അറിഞ്ഞില്ലേ? ആ, ആരോ പറഞ്ഞു. സത്യമാണല്ലേ? അതെ, നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഓ. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ട് വരാം. ശരി. ഹലോ, മാനസന്റെ ഈ സമയത്ത് ഇപ്പൊ വന്നാലേ നിങ്ങളൊക്കെ കാണാൻ പറ്റൂ. എഡിറ്ററായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല, ജോലി ഒന്നും മതിയെന്ന് തോന്നി, അത്രേ ഉള്ളൂ. സിറ്റി എഡിഷന്റെ പണി കഴിഞ്ഞില്ലേ? ഇല്ല, മാറ്റർ കമ്പോസ് ചെയ്യുന്നുള്ളൂ. ആ, ജോലി നടക്കട്ടെ. സോറി. താങ്ക് യു. വരട്ടെ. ശരി.